ദഹനകാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ പ്രത്യക്ഷീകരണം. ലോക ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് താൻ നടക്കുന്നതായി യേശുവിന് അറിയാമായിരുന്നു. അതിനാലാണ് തന്റെ ശ്രോതാക്കളോട് ഞാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞത്. വീണ്ടും അവൻ പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. യോഹന്നാൻ 14:2-3. താൻ ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു ദൗത്യവുമായി താൽക്കാലികമായി മാത്രം ലോകത്തിലേക്ക് വന്നതാണെന്ന് യേശുവിനറിയാം. അതിനാൽ തനിക്ക് ശേഷം ലോക അവസാനത്തോളം തന്റെ ദൗത്യം തുടർന്നുകൊണ്ട് പോകേണ്ടത് തന്റെ ശിഷ്യരിലൂടെ ആണെന്നുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ സ്ഥാനം വിട്ടുകൊടുക്കാനുള്ള വലിയ മനസ്സാണിത്. സ്നാപക യോഹന്നാനാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. യേശുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണ് എന്നതിന് സ്നാപകനും യേശുവും നമുക്ക് മാതൃകയേകുന്നു. യേശു തന്നെ വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ് ദഹനകാലം 2-ാം ഞായറാഴ്ചയിലെ നമ്മുടെ ചിന്താവിഷയം. യേശുവിന്റെ പ്രബോധനവും പ്രവർത്തനവും യഹൂദ താൽപര്യങ്ങൾക്കെതിരായിരുന്നതിനാൽ അവർ ചോദിച്ചു, നീ ആരാണ്? ഉത്തരമായി അവൻ സാക്ഷ്യപ്പെടുത്തുന്നത്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ ഉന്നതത്തിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഞാൻ തന്നെ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം എന്നേക്കും തന്റെ പേരായി മോശയോട് പറഞ്ഞ അതേ വാചകത്തിന്റെ ആവർത്തനമാണിത്. പുറപ്പാട് 3:14. ഞാൻ തന്നെ ആയവനാണ് യേശു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. എന്നിട്ടും അവന്റെ ഭാഷ മനസ്സിലാക്കാൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടില്ല. മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഈശോ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വന്ന വെളിപാടിന്റെ പൂർണ്ണതയാണ്. അത് പൂർത്തിയാക്കി തിരികെ പോകാനുള്ളവനാണ്. അവൻ പോകുന്നിടത്തേക്ക് പോകാൻ ലോകത്തിന് സ്വന്തമായവർക്ക് സാധിക്കുകയില്ല. ഒരിക്കൽ പതിരായി മാറിയ നെൽമണിയെ കെടാത്ത തീയിൽ എരിയിച്ചു കളയുകയല്ലാതെ വീണ്ടും പുനർജീവിപ്പിക്കുക സാധ്യമല്ലല്ലോ. ലോക വ്യാപാരത്തിലായിരിക്കുന്നവൻ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായി മാറുന്നു. യോഹന്നാൻ 3:19. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നവൻ എന്ന നിലയിലാണ് ഈശോ ലോകത്തിന്റെ പ്രകാശമാകുന്നത്. പഴയ നിയമത്തിൽ നിയമമാണ് ഇസ്രായേലിന് ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹായാണ് ആ വെളിപ്പെടുത്തൽ. പഴയ നിയമം മുഴുവൻ ലക്ഷ്യമാക്കിയിരുന്നത് യേശു ക്രിസ്തുവിലേക്കായിരുന്നു. എന്നാൽ അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ആരും അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ 1:11. അവൻ ദൈവത്താൽ അയക്കപ്പെട്ട മിശിഹായാണെന്ന് വിശ്വസിക്കുന്നവർ രക്ഷയും നിത്യജീവനും പ്രാപിക്കും. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ കണ്ടു. ഹേറേബ് മലയിൽ ശ്രവിച്ച മൃദുസ്വരത്തിൽ അവൻ ഏലിയ അവന്റെ സ്വരം തിരിച്ചറിഞ്ഞു. മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ ജോസഫ് മറിയത്തെയും ആട്ടിടയന്മാർ യേശുവിനെയും തിരിച്ചറിഞ്ഞു. നക്ഷത്രം കണ്ടപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാർ രക്ഷകനെ തിരിച്ചറിഞ്ഞു. അത്തിമര ചുവട്ടിലായിരുന്നപ്പോൾ നഥാനയേൽ ബർത്തോലോമിയ യേശുവിനെ തിരിച്ചറിഞ്ഞു. മരണസമയത്തുണ്ടായ പ്രകൃതി മാറ്റങ്ങൾ കണ്ടപ്പോൾ ശതാധിപൻ അവനെ തിരിച്ചറിഞ്ഞു. എമ്മാവൂസ് യാത്രയിൽ അപ്പം വാഴ്ത്തിയപ്പോൾ ആ 2 ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റവന്റെ വിലാപപ്പുറവും കൈകളും കണ്ടപ്പോൾ തോമാസ് ലീഹ വിശ്വാസം ഏറ്റുപറഞ്ഞു. കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ സാവൂൾ പൗലോസായി. രോഗശയ്യയിൽ അൽഫോൻസാമയും
അതംകൃതരിൽ ചാവറയച്ചനും സക്രാരിൽ എപ്രാസിയമ്മയും കുടുംബങ്ങളിൽ മറിയം ത്രേസ്യയും തെരുവു മക്കളിൽ അമ്മ ത്രേസ്യായും യേശുവിന്റെ മുഖം കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്തവർ ധാരാളമുണ്ട്. പ്രകാശമായി ലോകത്തിലേക്ക് വന്ന യേശുവിന്റെ മുമ്പിൽ മനുഷ്യൻ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ അനുകൂലം, അല്ലെങ്കിൽ പ്രതികൂലം. പൊതുവെ പ്രതികൂലമായ നിലപാടാണ് എങ്ങും കാണുന്നത്. അത് ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നതുമാണ്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പുതിയ നിയമത്തിൽ വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 5:22. അവന്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം അവന്റെ ഇഷ്ടമല്ല, അവനെ അയച്ചവന്റെ ഇഷ്ടമാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവിടുന്ന് അവനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവൻ പിതാവിനെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ 17:4. ലോകത്തിലായിരുന്നുകൊണ്ട് ലോകത്തിൻ്റെതല്ലാത്തവണ്ണം ജീവിച്ച യേശുവാണ് നമ്മുടെ മാതൃക. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല എന്നാണല്ലോ യേശു പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:14-16. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 14:18. എന്റെ വചനം പാലിക്കുന്നവരെ എന്റെ പിതാവ് സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഒന്നാമത്തെ മാർപ്പാപ്പ യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. പാപബോധം ദൈവദർശനത്തിനിടയാക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹം പ്രഥമ ദർശനത്തിൽ അനുഗ്രഹം തേടി വന്നവരുടെ മുമ്പാകെ തലകുനിച്ച് തിരികെ അനുഗ്രഹം ചോദിച്ചു. എളിമയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 2-3 പേർ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ ദൈവം കടന്നു വരും. ദൈവവചനം ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ ദൈവത്തോടൊപ്പം നിത്യം ജീവിക്കും. അപ്പത്തിൽ യേശുവിന്റെ സജീവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ വിശുദ്ധരായി തീരും. ഇങ്ങനെ യേശു തന്നെ ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവാണ് ദഹനകാലാചരണത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.